ഒരു 10-15 വർഷം മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ എണ്ണം എടുത്താൽ ഇന്ത്യ ഏതാണ്ട് ഒരു 10 സ്ഥാനത്തിന് താഴെയാണ്. എന്നാൽ ഇപ്പോൾ അതൊരു 5ാം സ്ഥാനത്തേക്ക് എത്തി, പിന്നെ അത് 4ലേക്ക് എത്തി, ഇനി 2-3 സ്ഥാനങ്ങൾ 3 രാജ്യങ്ങളേ ഉള്ളൂ മുമ്പിൽ. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്ത്യ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ട് സൗഹൃദം പുലർത്താൻ, ഇന്ത്യയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ ലോക രാജ്യങ്ങളൊക്കെ ശ്രമിക്കുന്നു എന്നാണ് റിച്ചാർഡ് ഡി വൂൾഫ് എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം കണ്ടത്. ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കരുതുന്നത്? സുനിജി, ഈ റിച്ചാർഡ് ഡി വോൾഫ് ആരാണെന്ന് അറിഞ്ഞാലാണ് അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. ഇദ്ദേഹം ഒരു മാർക്സിയൻ സാമൂഹ്യവാദ ചിന്തകനും നിരീക്ഷകനുമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് വോൾഫ് റെസ്പോൺസ് എന്നാണ്. ലോകം മുഴുവൻ കേൾക്കുന്ന ഒന്നാണ്. അതായത് വിമർശകനാണ്. മാർക്സിയൻ വാദി എന്ന നിലയ്ക്ക് അദ്ദേഹം ലോകത്തിൻ്റെ പുത്തൻ കൊളോണിയൽ സാമ്പത്തിക നയങ്ങൾക്കൊക്കെ എതിരായിട്ട് അദ്ദേഹം കൃത്യമായ നിലപാടുകൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ലോകം അദ്ദേഹത്തെ കേൾക്കുമ്പോൾ സിനിജി നേരത്തെ ചോദിച്ച ഒരൊറ്റ ചോദ്യം, ഈ 3ാം ലോക ശക്തിയായിട്ട് ഭാരതം വളരുമ്പോൾ നമ്മൾ 2047 അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. 47 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അവിടെ എത്തിയിരിക്കും എന്നാണ് നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വർഷം അവസാനം ആകുമ്പോഴേക്കും നമ്മൾ ലോകത്തിലെ 3ാമത്തെ ഡിജിറ്റൽ ശക്തിയായിട്ട് ആയിക്കഴിയുകയാണ്. ഈ വർഷം 2025 പൂർത്തിയാകുമ്പോൾ അത് ആയിക്കഴിയും. അത് 3ാം സ്ഥാനത്ത് എത്തുന്നു. 2047 ചിലപ്പോൾ നമ്മൾ 1ാം സ്ഥാനത്ത് ഒരുപക്ഷെ ഡിജിറ്റലായി വന്നേക്കാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്കുള്ള ഒരു ആഗോള തിടുക്കം എന്നാണ് അദ്ദേഹം അതിനെ വിളിക്കുന്നത്. ആഗോള തിടുക്കം എന്ന് പറഞ്ഞാൽ ഒരു തിരക്ക് കൂട്ടിയിട്ട് ഇന്ത്യയെ ആവശ്യപ്പെട്ടുകൊണ്ട്, ഇന്ത്യക്കാരെ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു തിടുക്കം ഉണ്ടായിരിക്കുന്നു. ആ തിടുക്കം ഉണ്ടാകാനുള്ള ഒരു കാരണം അദ്ദേഹം എടുത്തു പറയുന്നത് ഈ കുടിയേറ്റ നയം സംബന്ധിച്ച USSന്റെ ഒറ്റപ്പെട്ട ചില നയങ്ങളുടെ മാറ്റമാണ്. അവരാണ് തുടങ്ങി വെച്ചത്. ഇങ്ങനെ ഒരു മാറ്റത്തിന് ഇന്ത്യക്കാർക്ക് വേണ്ടി ആവശ്യകത ഉയരുന്നു. കണ്ടമാനം ഇന്ത്യക്കാർ വി വാണ്ട് ഇന്ത്യൻസ് എന്ന് പറയുന്നത്, അവരത് വേണ്ട, ഇന്ത്യൻസിനെ വേണ്ട എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാരെ ലോകം മുഴുവൻ ആവശ്യം ഉണ്ടായിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളുടെ ഭാവിയെ ഇത് നിർണയിച്ചു എന്നാണ്, ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് നിർണയിച്ചു. അപ്പോൾ ഇന്ത്യക്കാർക്കായുള്ള ആഗോള തിടുക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. യുവ വിദ്യാസമ്പന്നരായ മാനവ മൂലധനത്തിനായി ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഭ്രാന്തമായ മത്സരം ആരംഭിച്ചിട്ടുണ്ട് അത്രേ. എന്നുവെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഇന്ത്യയിൽ പോലുള്ള ലോകത്തെമ്പാടുമുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾക്കിടയിൽ ഒരു വലിയ ഭ്രാന്തമായ മത്സരം, ഇത്തരത്തിലുള്ള എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളെ വേണമെന്നുള്ളൊരു മത്സരം ആരംഭിച്ചിട്ട് ഇതുവരെ ആവശ്യമില്ലാത്തതല്ല. ഇപ്പോൾ പെട്ടെന്നൊരു പൊടുന്നനെ പാനിക്ഡായ സിറ്റുവേഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം US-ലെ മാറ്റം തന്നെ, നയമാറ്റം തന്നെ നോക്കൂ. ഒരു ട്രംപ് ഭരണകൂടം സ്വീകരിച്ച കുടിയേറ്റ നയം മാത്രമാണ് ഈ ആഗോള മത്സരത്തിന് തിരികൊളുത്തിയത്. ഇപ്പൊ ട്രംപാണ് സത്യത്തിൽ ഈ മാറ്റത്തിന് തിരികൊളുത്തിയെന്ന് അദ്ദേഹം പറയുന്നു. H-1B വിസയുടെ വില വർധന ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ തൊഴിലാളികൾക്ക് തിരിച്ചടി നേരിട്ടു. ഈ വിസ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് പോയവരിൽ 75% പേരും ഇന്ത്യയിൽ നിന്നുള്ളവരായിരുന്നു. അപ്പം അവരുടെ ചെലവ് 20% വർദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ കഴിവുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ആ സമയത്ത് അവസരം ലഭിക്കുകയാണ്. കാരണം ഈ കുടിയേറ്റ നിയമങ്ങൾ ശക്തമാക്കിയപ്പോൾ, USS ശക്തമാക്കിയപ്പോൾ ഇന്ത്യൻ തൊഴിലാളികളെയും ചെലവും അത് ബാധിച്ചുകൊണ്ട് അവർക്ക് അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഇത്തരം ആവശ്യങ്ങളുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം ഉപയോഗിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വർദ്ധിച്ചു എന്നുള്ളതല്ല, അവസരം ലഭിച്ചു എന്നുള്ളതാണ്. അവസരമുണ്ടായിരുന്നു, ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അവസരമായി അവർക്കത് മാറി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആഗോള ജനസംഖ്യ പ്രതിസന്ധി അത് വർദ്ധിച്ചു വരികയാണ്. ജനസംഖ്യ ലോകരാജ്യങ്ങളിലെല്ലാം ക്രമാതീതമായി ആശങ്കാജനകമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രതിസന്ധിക്ക് പരിഹാരം തേടുന്ന ഒരു ലോക വിപണിയിലേക്കാണ് ഈ ഇന്ത്യൻ യുവാക്കളെയും ഈ ഇന്ത്യയിലെ ആൾക്കാരെയും ആ ട്രംപ് ഭരണകൂടം അവിടെ തടഞ്ഞുകൊണ്ട് വഴിതിരിച്ചു വിട്ടത് എന്ന് പറയുന്നു. ഇതിനെ വഴി തിരിച്ചു വിടുകയായിരുന്നു. സത്യം പറഞ്ഞാൽ പുതിയൊരു വഴി കാണിച്ചു തരികയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ യുവജനങ്ങളുടെ കുറവ് ജർമ്മനി, ജപ്പാൻ, റഷ്യ, ചൈന, ദക്ഷിണ കൊറിയ, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഓസ്ട്രേലിയ, ഇറ്റലി തുടങ്ങിയ വികസിത രാജ്യങ്ങളിലെല്ലാം ഈ ജനന നിരക്ക് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുത്തനെ കുറഞ്ഞിരിക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ തൊഴിൽ ശക്തി കുറയുന്നതിനും സാമ്പത്തിക സ്തംഭനത്തിനും അത് കാരണമായിട്ടുണ്ട്. അപ്പം ദശലക്ഷക്കണക്കിന് ആളുകളെ ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ രാജ്യങ്ങളെല്ലാം ആവശ്യമുണ്ട്. ദശലക്ഷക്കണക്കിന് ആളുകളെ ആവശ്യമുള്ളപ്പോൾ അവസാനത്തെ ഒരു സംഭരണി, ദ ലാസ്റ്റ് ടണൽ ഇന്ത്യ മാത്രമാണ്.
ആ പ്രയോഗം നോക്കുക. അവസാനത്തെ സംഭരണി, ആ സംഭരണി ഒരു ടണൽ, ലാസ്റ്റ് ടണൽ, എല്ലാ ശ്രദ്ധയും നേരെ വന്നിരിക്കുന്നത് ഇന്ത്യയിലേക്കാണ്. അങ്ങനെയാണ്. അപ്പോൾ മത്സരം കടുക്കുകയാണെന്ന് പറഞ്ഞു. ഓരോ രാജ്യങ്ങളുടെ നീക്കങ്ങൾ നോക്കാം. ആഗോളതലത്തിൽ ഇന്ത്യൻ പ്രതിഭകളെ ആകർഷിക്കാനുള്ള തിരക്കിട്ട റിക്രൂട്ട്മെന്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ഈ റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങൾ ഉണ്ടായില്ലേ, വിദേശത്തേക്ക് യു എയിലും പിന്നെ ഗൾഫിലൊക്കെ അത് നടക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള നമ്മൾ ഇതുവരെയും കേൾക്കാത്ത കാണാത്ത രാജ്യങ്ങളിലേക്ക് അവസരങ്ങളുടെ വാതിൽ തുറന്നുകൊണ്ട് റിക്രൂട്ട്മെന്റുകൾ സ്ഥാപനങ്ങളൊക്കെ ഇനി ആരംഭിക്കുന്നതാണ് ഈ പറയുന്നത്. അപ്പൊ ആ ടണൽ തുറന്നിരിക്കുന്നു, ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദശലക്ഷം ഇന്ത്യൻ തൊഴിലാളികളെ ആകർഷിക്കാൻ പല രാജ്യങ്ങളും റഷ്യ പദ്ധതിയിടുകയാണ്. റഷ്യയുടെ മാത്രം പദ്ധതി പറയുന്നത് ദശലക്ഷം 10 ലക്ഷം ഇന്ത്യൻ തൊഴിലാളികൾ ആകർഷിക്കാൻ പദ്ധതിയിടുന്നു. ജപ്പാൻ എന്താ ചെയ്യുന്നത്? ജപ്പാൻ 5 ലക്ഷം ഇന്ത്യക്കാരെ ലക്ഷ്യമിടുകയാണ്. ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. ജർമ്മനി ആവട്ടെ, ജർമ്മനിയിലേക്ക് വരാൻ നേരിട്ട് പൊതു അപ്പീൽ നൽകിയിരിക്കുകയാണ്. ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ പ്രൊഫഷണലുകളോട് പൊതുവായിട്ട് അപ്പീൽ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള വാതിൽ തുറന്നിരിക്കുന്നു. UK-യും കാനഡയും അവരുടെ കുടിയേറ്റ നടപടിക്രമങ്ങൾ ലളിതമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ചിലത് ഇരട്ടിയാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞപ്പോൾ പല രാജ്യങ്ങളും അവർ വളരെ ഒരു ഫ്രീ സമീപനം, ഒരു നല്ല നയപരമായ മാറ്റം ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച, ഇന്ത്യയുടെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥ അതിശക്തമായി വളരുന്നു. ഇതേ സമയത്ത് തന്നെ 65% വളർച്ചാ നിരക്കാണ് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ച സൂചിപ്പിക്കുന്നത്. ഒരേ സമയത്ത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ എഞ്ചിനീയറെ വിദേശത്തേക്ക് ആകർഷിക്കാനുള്ള വില അതുകൊണ്ട് തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് വില, വില, കല്ല് വില എന്ന് പറയും. ഇവിടുത്തെ ആളുകൾക്ക് ഇത്രയും ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ എന്തായാലും ഡിമാൻഡ് കൂടുമ്പോൾ ഈ കാര്യങ്ങൾക്ക് വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ശമ്പള വർധനവ് ഉണ്ടാവും, മറ്റു കാര്യങ്ങളുണ്ടാവും. പ്രാദേശികമായി ആഭ്യന്തര വർധനവ് നമുക്കുണ്ടായിട്ടുണ്ട്. 2003 പ്രത്യുൽപാദന നിരക്ക് 25 വർഷത്തിനുള്ളിൽ അത് 2-ൽ താഴെയായി പിന്നെ മാറിയിരിക്കുകയാണ്. വിതരണത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ തോതിൽ പ്രതിഭകളെ നൽകാൻ കഴിയുന്ന ലോകത്തിലെ അവസാനത്തെ രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നാണ് ഈ റിപ്പോർട്ട്, ഈ വോൾഫ് പറയുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ വലിയ തോതിൽ പ്രതിഭകളെ നൽകാൻ കഴിയുന്ന ലോകത്തിലെ ഏക രാജ്യം അല്ലെങ്കിൽ അവസാനത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു എന്നാണ് പറയുന്നത്. 15 മുതൽ 20 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ യുവജനങ്ങളുടെ ഈ മിച്ചം ലോക വിപണിയിലെ സ്വന്തം രാജ്യത്തോ പൂർണ്ണമായോ ഉപയോഗിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 15-20 വർഷത്തിനുള്ളിൽ. അതിനുശേഷം അതിരൂക്ഷമായ പ്രതിഭാ ദൗർലഭ്യത്തിൽ ഒരു പുതിയ യുഗം ആരംഭിക്കും. ഇതൊരു വലിയ സൂചനയാണ്. ഈ 15-20 വർഷത്തിന് ശേഷം അതിരൂക്ഷമായ പ്രതിഭാ ദൗർലഭ്യം, എക്സ്പേർട്ടുകളുടെ ദൗർലഭ്യം അത് രൂക്ഷമാകും. ഒരു പ്രതിസന്ധി ഉടലെടുക്കുമെന്നാണ് പറയുന്നത്. ഈ തരംഗത്തെ വിജയകരമായി ആകർഷിക്കുകയും, ഇതൊരു തരംഗമാണ്, ഇതിനെ വിജയകരമായി ആകർഷിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ അടുത്ത തലമുറയ്ക്കുള്ള തങ്ങളുടെ നവീകരണ ശേഷി ഉറപ്പിക്കും എന്നാണ്. ഇതിനെ മറികടക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇതിനെ ആകർഷിച്ചുകൊണ്ട് ഇതിനെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പദ്ധതി ഇടുന്ന ഏത് രാജ്യങ്ങളാണോ ആ രാജ്യങ്ങൾ നെക്സ്റ്റ് ജനറേഷനെ ഒരു നവീകരിച്ചുകൊണ്ട് ഒരു ശേഷി ഉറപ്പിക്കുന്ന രാജ്യങ്ങളായിട്ട് മാറുന്നതാണ്. അവസരം ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. അവരുടെ സമൂഹം ക്രമീകരിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നിലവിലുള്ള ഈ അവസ്ഥകളൊന്നും പുനർക്രമീകരിക്കേണ്ടി വരും. അതിൻ്റെ പിന്നെ എന്താ പറയുക, എല്ലാ തരത്തിലുമുള്ള അതിൻ്റെ ക്രമങ്ങളൊക്കെ മാറ്റേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയം അളക്കുന്നത് വിസ നൽകുന്നതിലല്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുക. വിജയം അളക്കുന്നത് വിസ നൽകിക്കൊണ്ടല്ല, രാജ്യത്ത് പ്രവേശനം അനുമതി നൽകിക്കൊണ്ടല്ല, പകരം സാംസ്കാരിക ഭാഷാപരമായ തടസ്സങ്ങൾ മറികടക്കാനുള്ള അവരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കും. ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ, സാംസ്കാരികമായ കഴിവുകൾ, ഈ കഴിവുകളെ അതിനെതിരായി നിൽക്കുന്ന തടസ്സങ്ങളെ മറികടക്കാനുള്ള നമ്മുടെ ഇന്ത്യൻസിന്റെ കഴിവിനെ ആശ്രയിച്ചിരിക്കുക. അല്ല, വിസ കിട്ടുന്നതല്ല പ്രധാനം. അപ്പോൾ ഭാഷ പഠിക്കുക, സാംസ്കാരിക തനിമ ഉണ്ടാവുക, ഒരു രാജ്യത്ത് പോകുമ്പോൾ അവിടുത്തെ സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, വിവിധ രാജ്യങ്ങളിലെ സംസ്കാരങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, ആ സംസ്കാരത്തെ ഉൾക്കൊള്ളുകൊണ്ട് നമ്മൾ ഭാഷാ പഠനവും കൂടി നടത്തി ചെയ്യുമ്പോൾ നമുക്ക് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ വിജയം സമയപരിധിയുണ്ട് ഇതിനൊരു. അദ്ദേഹം പറയുന്ന മുന്നറിയിപ്പ് ഒരു സമയപരിധി വെച്ചിട്ടുണ്ട്. ഈ മത്സരത്തിൽ അതിൻ്റെ സമയപരിധി വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. വളരെ കുറവാണ്, സമയം ഇല്ല. അടുത്ത 5 വർഷം ഈ ഭ്രാന്തമായ മത്സരത്തിന്റെ ഉച്ചസ്ഥായിയിലായിരിക്കുന്ന അടുത്ത 5 years
ഇതിന്റെ മാക്സിമത്തിൽ എത്തിപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പൊ അവസരം ഈ 5 വർഷം കൊണ്ടാണ് നമ്മൾ ഈ അവസരം ഉപയോഗിക്കേണ്ടത്. സിനിജിക്ക് എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയെ ഇത്രത്തോളം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് ലോകരാജ്യങ്ങൾ സമ്മതിക്കുകയാണ്. അല്ലെ, നമ്മളെ കൂടാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാരണത്തിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം. അതിൽ സൈനിക കരാർ, സാമ്പത്തിക കരാർ, അല്ലേ? അപ്പോൾ നമ്മുടെ വളർച്ച ക്രമാനുഗതമായി രേഖപ്പെടുത്തി 2047 ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ നീങ്ങുന്നതിന്റെ വേഗത കൂടി വരുന്നു. എവിടെയൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും ഇന്ത്യ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു തരത്തിലും ആർക്കും നീങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്, അല്ലേ? എല്ലാ രാജ്യങ്ങളും എല്ലാറ്റിനും കാരണം ഒരു US എന്ന് പറയുന്ന ഒരു ചങ്ങാതി, US-ന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ചങ്ങാതി, ആ ഒരു ഭ്രാന്തൻ ഭരണാധികാരി ചെയ്തു വെച്ച ഒറ്റ ഒരു ആക്ഷൻ, അല്ലേ? ഇത് അതുകൊണ്ട് സംഭവിച്ച മാറ്റങ്ങൾ നോക്കൂ. ഇവിടെയാണ് നമ്മൾ പറയുന്നത് പ്രതിസന്ധികൾ ഊർജോൽപാദകരാണ്. എവിടെ പ്രതിസന്ധി ഉണ്ടാവുന്നോ അവിടെ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇന്ത്യക്ക് എന്തായാലും ഇത് മികച്ച അവസരമാണ്. ഇന്ത്യ മുന്നേറുകയാണ്. 2047 100ാം വാർഷിക ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ 100ാം വാർഷിക നാളിൽ അല്ല നമ്മൾ 3ാം ലോകശക്തിയായി മാറുന്നത്. അതിന് മുന്നേ തന്നെ ആകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ടെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.